പേരെന്താ? അനിൽ. അനിൽ എവിടുന്ന് വരുന്നു? ഇവിടെ അടുത്താണ്, 1 കിലോമീറ്റർ അകലെന്നാ. അനിലിന് ഇത് എന്ത് പറ്റുക? ഇത് 9 വർഷത്തോളമായി നട്ടിൽ ബൈക്ക് ഓടിക്കുമ്പോൾ ഇവിടുന്ന് വേദന വരും. അപ്പോൾ ഡോക്ടർമാരെല്ലാവരും തേയ്മാനം എന്നാണ് പറഞ്ഞത്. നട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡിസ്ക് തെന്നണ മാതിരി ഉണ്ടാവും. ആ വേദന നടുവിൻ്റെ ഈ 2 സൈഡിലും വരും, വാരിയിലേക്കും വരും. പിന്നെ തലയുടെ മൈഗ്രെയിൻ ഉണ്ട്. തലയുടെ ഉള്ളിൽ ഒരിക്കൽ തലയിടിച്ചതിൻ്റെ ഉള്ളിൽ കൂടിയുള്ള വേദന വന്നിട്ട് ഇങ്ങനെ എനിക്കിപ്പോൾ പണിക്ക് പോകാൻ പറ്റില്ല. ഡോക്ടർ എന്നാ പറഞ്ഞിരിക്കുന്നത്? ഇത് വെച്ചിട്ട് എന്താ പറഞ്ഞത്? തേയ്മാനമാണെന്ന് പറയണം. അത് മാറില്ലെന്നൊക്കെയാണ് പറയണത്. ഡോക്ടർ പറയുന്നത് മാറില്ലെന്നാണ്, തേയ്മാനമാണ്. നിങ്ങൾ കേട്ടു. നട്ടെല്ലിനും മൊത്തത്തിലല്ലേ വേദനയാണ്, മുട്ടിൻ്റെ ഉള്ളിലൊക്കെ വേദനയാണ്. കർത്താവ് ഈ മകന് സൗഖ്യം കൊടുക്കുമോ? ഉറപ്പല്ലേ? സൗഖ്യം കൊടുക്കും. അതിനുവേണ്ടി എവിടെ കൊണ്ടുവന്ന് വിശ്വാസമുണ്ടോ? അടിച്ചു, കോളറടിച്ചു. ഞാൻ ഈ കഴുത്തിൽ ഒന്ന് തട്ടാൻ പോവാ. ചേട്ടൻ്റെ പേര് അനിൽ. അനിൽ ഈശോയെ സ്തുതിച്ചു കേട്ടോ. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ ഈ മകന് വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിച്ചുള്ള. യേശുവേ നന്ദി. കർത്താവിൻ്റെ ശക്തി, അത്ഭുത ശക്തി ഈ നട്ടെല്ലിലൂടെ കടന്നു പോവട്ടെ. എസെക്കിയേൽ പ്രവാചകൻ അസ്ഥികളോട് പ്രസംഗിച്ചപ്പോൾ അസ്ഥികൾ കൂടിച്ചേരുന്ന ഒരു കിരുകിരാ ശബ്ദം കേട്ടു. ഹല്ലേലൂയ. അസ്ഥികൾ കൂടിച്ചേരുന്ന ഒരു കിരുകിരാ ശബ്ദം കേട്ടു. അതിൽ ദ്രവിച്ചു പോയ നട്ടെല്ലിൻ്റെ അസ്ഥികൾ, കോളർ അസ്ഥികൾ വീണ്ടും പുനഃസൃഷ്ടിക്കപ്പെടട്ടെ, ഉണ്ടാകട്ടെ എന്ന വചനത്താൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനെ പുതിയ നട്ടൽ സൃഷ്ടിക്കണമേ. അത്ഭുതം സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. യേശയ്യ 58:11 കർത്താവ് നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. കർത്താവ് നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കഴുത്ത് തിരിച്ച് നന്നായിട്ട്, ശരീരം തിരിക്കണ്ട, കഴുത്ത് മാത്രം. 2 സല്ലേക്ക് മുന്നോട്ട് തട്ടും വെച്ച് നന്നായിട്ട്. ഇനി നട്ടൽ തിരിച്ച് തിരിയട്ടെ. 2 സല്ലേക്ക് നട്ടൽ മാത്രം ബലത്തിന് തിരിച്ച് നന്നായിട്ട് തിരിച്ചോ. കുരിഞ്ഞ് നിവർന്നേ, പുറകോട്ട് വളഞ്ഞേ, നന്നായിട്ട് വളഞ്ഞു. മുന്നോട്ട്, മുന്നോട്ട്. വേദനയില്ല. കർത്താവേ, കർത്താവിൻ്റെ അനുഗ്രഹം. ഒരുപാട് ആളായി പണിക്ക് പോയിട്ട് പണിക്ക് പോകാൻ പറ്റില്ല, കുടുംബം നോക്കാൻ പറ്റാതൊക്കെയാണ്. വേദന കൊണ്ട് പണിക്ക് പോകാതെ. ഇതാണ് കർത്താവിൻ്റെ സ്നേഹം. പണിക്ക് പോയിട്ട് എത്ര ആളായി? 3 മാസം ആവണം. 2.25 മാസമായി പണിക്ക് പോയിട്ട്. മരുന്ന് കഴിഞ്ഞുണ്ട്, എണ്ണ തേക്കും, കുഴമ്പ് തേക്കും, ഒന്നും മാറുന്നുണ്ടായില്ല. അവൻ്റെ മുറിവിൽ സൗഖ്യമുണ്ട്. മത്തായി 14:14 ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവൻ അവരോട് അനുകമ്പ തോന്നി. അവരുടെ ഇടയിലുണ്ടായിരുന്ന എല്ലാ രോഗികളെയും അവൻ സൗഖ്യമാക്കി. നിങ്ങൾക്ക് കാണാം ഈ മകൻ്റെ ഈ കണ്ണുനീര്, ഇത് ആനന്ദത്തിൻ്റെ കണ്ണുനീരാ. പറ്റാതെ വിഷമിക്കരുത്. പട്ടിണിയിലോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് പോകാൻ പറ്റാത്തോണ്ട് കർത്താവിനെ രക്ഷിക്കുമെന്ന് വിശ്വാസമുണ്ട്. രോഗശയ്യയിൽ എനിക്കു വൈദ്യൻ, ശോകവേളയിൽ ആശ്വാസകൻ. കർത്താവ് തൊട്ട് കഴിഞ്ഞു. അനിലിനെ കർത്താവ് തൊട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. ആ കാലിന്ന് വലിച്ചു കൊടുഞ്ഞ് മുട്ടൊക്കെ ഈ കാലോട് വലിച്ചു കൊടുഞ്ഞു. ഒന്ന് ഇരുന്ന് എണീറ്റേ, എണീക്കട്ടെ, ഇരുന്ന് എണീറ്റേ, തിരിച്ച് നട്ടലൊക്കെ ഒന്ന് തിരിച്ച്. ശരീരത്തില് എവിടെങ്കിലും വേദനയുണ്ടോ? ഇല്ല, ഇല്ല. ഒന്ന് ഓടിയിട്ട് വന്നേ, ഓടിക്കേ, അന്ന് പുറകോട്ട് ഓടിക്കേ, 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 പുറകോട്ട് ഓടിക്കേ, ഓടിവാ, ഓടിവാ, ഓടി, സ്റ്റെപ്പൊക്കെ ചാടിക്കറിക്കേ. ശരീരത്തിൽ വേദനയുണ്ടോ? ഇല്ല, ഇല്ല. ഹല്ലേലൂയ. ഒരു വേദനയും എന്റെ ശരീരത്തിലില്ല. എനിക്കിനി പണിക്ക് പോകാൻ ശക്തി കർത്താവ് തന്നിരിക്കുന്നു. കരമടിച്ച് കരമുയർത്തിയടിച്ച് നന്ദി പറയട്ടെ. യേശു അവൻ ഇവിടെ ഉണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവൻ ഇവിടെ ഉണ്ട്. നിന്റെ കണ്ണുനീരിന് മറുപടി നൽകുന്നവൻ ഇവിടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. അനിലെ സന്തോഷമായല്ലോ? സന്തോഷമായി. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഭാര്യ, മോൻ, മോള്. എന്തിനാ കരഞ്ഞത്?
കരഞ്ഞത് കുടുംബം നോക്കാൻ പറ്റില്ല. അനിൽ പ്രാർത്ഥിച്ചു. അനിൽ ഭാര്യ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. എവിടെ, ഏതിടവുകയാ? ഇടവകയല്ല, ഞാൻ ഹിന്ദുവാണ്. ഹിന്ദുവാണ്. കരമുയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ തിരിച്ചറിയുക, ദൈവത്തിന് മുഖനോട്ടമില്ല. അവന് ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ സിഖുകാരെന്നോ പാഴ്സിയെന്നോ കറുത്തവരെന്നോ വെളുത്തവരെന്നോ വ്യത്യാസമില്ല. യേശു ക്രിസ്തു മാനവരാശിയുടെ രക്ഷകനാണ്. അവൻ സർവശക്തനായ ദൈവമാ. നമ്മൾ വായിക്കുന്നു റോമ 2:12 ദൈവത്തിന് മുഖനോട്ടമില്ല. കരവീഴ്ത്തി പിടിച്ചെന്ന് പറഞ്ഞ് ദൈവത്തിന് മുഖനോട്ടമില്ല. ദൈവത്തിന് മുഖനോട്ടമില്ല. ദൈവത്തിന് മുഖനോട്ടമില്ല. ദൈവത്തിന് മുഖനോട്ടമില്ല. ദൈവത്തിന് മുഖനോട്ടമില്ല. ദൈവത്തിന് മുഖനോട്ടമില്ല. യേശു മാനവരാശിയുടെ രക്ഷകനാ. ആ യേശു ഇവിടെയുണ്ട്. ആ യേശുവാണ് അനിലിനെ തൊട്ടത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിനോട് അനിലിന് വലിയ വിശ്വാസമായിരുന്നോ? വിശ്വാസമുണ്ട്. ഞാൻ അങ്ങനെയാണ് ഇവിടെ വന്നത്. അതെ, വന്നത്. ഞാൻ കലൂര് പള്ളിയിൽ പോയി ഒരുപാട് നാൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നു. നൊവേന പങ്കെടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഇപ്പൊ സന്തോഷമായോ? സന്തോഷമായി. അപ്പോൾ എനിക്കൊരു വിശ്വാസമുണ്ട്, എന്തെങ്കിലും എന്നെ യേശു രക്ഷിക്കും, കർത്താവ് രക്ഷിക്കും എന്ന് പറയാം. ഇങ്ങനെ യാദൃശ്യമായിട്ടാണ് ഇങ്ങനെ ഇവിടെ ഒരു ധ്യാനം നടക്കുന്നതെന്ന് അറിഞ്ഞ ഒരു സുഹൃത്തിൽ വഴി ഞാൻ അറിഞ്ഞത്. മിനിഞ്ഞാന്ന് മുതൽ ഞാനിവിടെ വന്നുകൊണ്ടിരിക്കണം. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഈ അനിൽ പറഞ്ഞു കേട്ടോ, വീട് പട്ടിണിയാകുന്ന അവസ്ഥയിൽ കൂലിപ്പണിക്ക് പോലും പോകാൻ പറ്റുന്നില്ല, 3 മാസം അല്ലേ? ഈ അവസ്ഥയിൽ വിഷമിക്കുന്ന ഈ മകനെ കർത്താവ് ഏതാനും സെക്കൻഡ് നേരം കൊണ്ട് സൗഖ്യത്തിലേക്ക് നയിച്ചത്. ഈ മകന് അത്ഭുത രോഗശാന്തിയാണ് കർത്താവ് നൽകിയത്. ഒന്നുകൂടെ നട്ടലൊക്കെ ഒന്ന് തിരിച്ചേ, ഒന്നുകൂടെ ഒന്ന് കുനിഞ്ഞ് കാണിച്ചേ, ഒന്ന് പുറകോട്ടൊക്കെ ഒന്ന് വളഞ്ഞേ. ഹല്ലേലൂയ. മതി. യേശുവിൻ്റെ സ്നേഹവും കരുണയും ആ ദയയൊക്കെ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളെല്ലാവരും തിരിച്ചറിയണം. അവൻ കാരുണ്യവാനാണ്. പ്രത്യേകിച്ച് രോഗികളോട് അവൻ എപ്പോഴും ദയ കാണിക്കുന്നവനാണ്, കരുണ കാണിക്കുന്നവനാണ്. ഈ അനിലിനോട് കാണിച്ച വലിയ സ്നേഹത്തിന്, കർത്താവ് കാണിച്ച വലിയ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ.